ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലൂക്കറിൻ്റെ ഒരു BLDC ഫാൻ, അതും 1950 രൂപയ്ക്ക് ഒരു ഓഫറിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എങ്ങനെ ഉണ്ട്, അത് വാങ്ങിച്ചാൽ വല്ല ഗുണമുണ്ടോ, ഓടുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇപ്പോൾ അത് 1999 രൂപയ്ക്കാണ് ഇപ്പോഴത്തെ ഓഫറിൽ കിടക്കുന്നത്. എനിക്ക് കിട്ടിയത് 1950 രൂപയ്ക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ആ പറഞ്ഞ ലൂക്കറിൻ്റെ BLDC ഫാന് ഇതാണ്. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 3980 രൂപയൊക്കെയാണ് ഇത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അവരിത് ഓഫറിലാണ് നമുക്കിത് ഈ സാധനം തരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ, അതുപോലെ തന്നെ എത്ര വാട്ട്സ് ആണ്, ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ വ്യക്തമായിട്ട് ഇതിൻ്റെ പ്രിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് നോക്കാം, പൊട്ടിച്ച് ഇത് ചാലുവാക്കിയിട്ട് ഇത് എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റിമോട്ട് ഈ ഒരു ഫാനുമായിട്ട് നമുക്ക് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മളങ്ങ് പെട്ടെന്ന് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓൺ ആവത്തില്ല. അപ്പോൾ അത് നമുക്കൊന്ന് ഇതിനെ പെയർ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പെയർ ചെയ്യിക്കുന്നത്? വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് ഒരുപാട് ജോലികളൊന്നുമില്ല. റിമോട്ടിൻ്റെ ഒരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക, സ്വിച്ച് ഓൺ ആക്കുക, അത് പെയർ ആകും. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ BLDC ഫാന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം ഇവർ ഈ പറയുന്ന എന്തൊക്കെ സംഗതികളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാനിതൊന്ന് പൊട്ടിക്കുക കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആദ്യം വാറണ്ടി കാർഡുണ്ട്. വാറണ്ടി കാർഡ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഇതിനകത്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഉള്ള സാധനങ്ങൾ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് റോഡ് അറ്റ്ലീസ്റ്റ് ഒരു 7 ഇഞ്ചോളം നീളമുള്ള ഒരു റോഡുണ്ട് ഇതിനകത്ത്. പിന്നെ 2 കനോപ്പി, നമുക്ക് ലൂക്കറിൻ്റെ തന്നെയായിട്ടുള്ള കനോപ്പി സ്റ്റിക്കർ എഴുതിയതാണ് ഒരെണ്ണം. ഇത് ടോപ്പിലത്, ഇത് താഴത്തത്. 2 കനോപ്പി അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഷാക്കിൾ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് റിമോട്ട്, ഇതാണ് ഇതിൻ്റെ റിമോട്ട് കേട്ടോ. ഇത് കണ്ടോ, വളരെ ചെറിയ റിമോട്ടാണ്. ഇത് കണ്ടോ, ഇത്രയുള്ളതാണ്. വളരെ ചെറിയൊരു റിമോട്ട്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി 2 ബാറ്ററി ഇടണം. സ്പീഡ് 1, 2, 3, 4, 5 5 സ്പീഡുണ്ട്. പിന്നെ ബൂസ്റ്റ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. ഇത് പെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, നമ്മൾ ഈ ഒരു ഇതുമായിട്ട് പെയറിങ് ചെയ്യാനായിട്ട്, ഫാനുമായിട്ട് പെയർ ചെയ്യാൻ ഇവിടെ പെയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം ചാലുവാക്കിയിട്ട്. പിന്നെ ബൂസ്റ്റ് ഉണ്ട്, പിന്നെ റിവേഴ്സ്, അപ്പോൾ 2 റിവേഴ്സും കറങ്ങാനുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ അതോടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം മോട്ടറൊക്കെ നോക്കാം. ഇതാണ് ഇതിൻ്റെ മോട്ടർ. കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല, കാരണം പുതിയ ഫാൻ തന്നെ, മറ്റു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ PCB തന്നെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു PCB ഉണ്ട് തന്നെ, BLDC ഫാനിൻ്റെ കിറ്റ്. പിന്നെ വലിയ വെയിറ്റ് ഒന്നുമില്ല, ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. സാധാരണ ഫാനിൻ്റെ അതേ രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വില കുറഞ്ഞ് ഓരോ ഓഫറിലൊക്കെ കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയപ്പം പ്രശ്നങ്ങളോ ഡാമേജോ അങ്ങനെയൊക്കെ കാണുമെന്ന് വിചാരിച്ചത്. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ഫാൻ തന്നെയാണിത്. 1950 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിച്ചേക്കുന്നത്. ഇത് ഓഫറിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇടയ്ക്ക് അവർ 7 ദിവസം ഓഫർ 1950 രൂപയ്ക്ക് കൊടുത്തു. ഞാൻ ആ സമയത്താണ് ഇത് വാങ്ങിച്ചത്. വാങ്ങിച്ചു വെച്ചിട്ട് ഒരു 2 ആഴ്ചയോളം ആയതാണ്. സമയം കിട്ടിയില്ല ഇത് റിവ്യൂ എടുക്കാനായിട്ട്. ഇപ്പോഴാണ് ഇത് പൊട്ടിക്കാനുള്ള റിവ്യൂ ഉള്ളത്. ഇപ്പോഴും ഏകദേശം ഒരു 2000 രൂപയ്ക്കകത്ത് തന്നെ ഈ ഒരു സാധനം ലഭിക്കും എന്നാണ് എന്നോട് ഷോപ്പ് ഉടമ പറഞ്ഞത്.
അപ്പോൾ ഇത് BLDC ഫാന് 220 240 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 32 വാട്ട്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോഡലിനകത്ത് 32 വാട്ട്സ് കണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 32W എഴുതിയിട്ടുണ്ട്. ഇവിടെ 32 വാട്ട്സ് ഉണ്ട് ഈ ഒരു. അപ്പോൾ കുഴപ്പമില്ല, PCB ഒക്കെ റീപ്ലേസ് ചെയ്യാൻ പാകത്തിനാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വയർ എടുത്തിട്ട് എൻ്റെ സ്ക്രൂ ഡ്രൈവറിൽ പിടിച്ചോ വർക്ക് ചെയ്ത് നിങ്ങളെയൊക്കെ കാണിക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, കാരണം സാധാരണ ഒരു ഫാൻ വാങ്ങിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു നല്ല ഫാൻ വേണമെങ്കിലും 1500 രൂപ കൊടുത്ത് മുകളിലോട്ടാവും. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് 2000 രൂപ കൊടുത്തൊരു BLDC ഫാനാണെന്നുണ്ടെങ്കിൽ കറണ്ട് ചാർജ് വളരെയധികം ലാഭിക്കാം. അതായത് നോർമൽ നമ്മളൊരു ഫാൻ ഉപയോഗിക്കുന്ന ആ ഒരു കറണ്ട് എന്ന് പറഞ്ഞാൽ 55 വാട്ട്സിന് മുകളിലോട്ടൊക്കെ ഉള്ള ഫാനുകളാണ് മിക്കവാറുള്ള വീടുകളിലെല്ലാം. 80 വാട്ട്സ് ഉള്ളതുകൊണ്ട് ഇത് കമ്പനി പ്രിന്റ് ചെയ്തിരിക്കുന്നത് 80 വാട്ട്സ് ആയിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ വീട്ടിൽ കിടക്കുന്നത് ഒരുപാട് പഴക്കമുള്ള ഫാനുകളായിരിക്കും. 10 വർഷമായ 15 വർഷമായ 20 വർഷമായ. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്ന 35 വർഷമൊക്കെ ഉള്ള പഴക്കമുള്ള ഫാനുകളുണ്ട്, ഓറിയന്റിൻ്റെ ഒക്കെ. അപ്പോൾ ആ ഫാനൊക്കെ കിടന്ന സമയത്ത് ഇതുപോലെ കറണ്ട് ചാർജ് കൂടുതലാണ് വരുന്നത്. നല്ല ഒരു വോൾട്ടേജ് അവിടെ, അതായത് നല്ലൊരു കറണ്ട് അതിന് വേണ്ടതായിട്ടുണ്ട്. ഇപ്പം രാത്രി 12 മണിക്കൂറൊക്കെ ഈ ഫാന് റൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ, അതായത് പഴയ ഫാനിനെ ഉപേക്ഷിച്ച് നമുക്ക് ഇത് റൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം കറണ്ട് ചാർജ് ലാഭിക്കാനൊക്കെ. കാരണം 32 വാട്ട്സേ ഉള്ളു ഫുൾ സ്പീഡിൽ. അപ്പോൾ നമുക്കിത് ഒരു ഫസ്റ്റ് സ്പീഡോ സെക്കൻഡ് സ്പീഡോ തേർഡ് സ്പീഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് കത്തുന്ന, അതായത് ഒരു 18 വാട്ട്സ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് കറണ്ട് ചാർജിനെ കൊണ്ടും താഴ്ക്കാനായിട്ട് നോക്കും. അപ്പോൾ 12 മണിക്കൂർ ഒരു വീട്ടിൽ 2 ഫാൻ മാറിയോ, അതായത് അത്യാവശ്യം 2 ബെഡ്റൂം ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ള, അതായത് കൂടുതൽ സമയം റൺ ചെയ്യുന്ന ആ ഒരു ഫാനുകളൊക്കെ മാറ്റി ഇതുപോലത്തെ BLDC ഫാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് ചാർജിനകത്ത് ഒരുപാട് ലാഭം വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ് ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏറ്റവും അധികം കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിലെ പഴയ ഫാനൊക്കെ മാറ്റിയിട്ട് പുതിയ ഫാനായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കാം, ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്. എന്തായാലും 2 വർഷം വാറണ്ടി ഉണ്ട്. അത് എല്ലാ പ്രോഡക്റ്റുകൾക്കും മിക്കവാറുള്ള എല്ലാ BLDC ഫാനിനും നമുക്ക് 2 വർഷം കിട്ടുന്നുണ്ട്, 3 വർഷം കിട്ടുന്ന ഫാനുകൾ നിലവിൽ പോകുന്നു. അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതുപോലെ തന്നെ BLDC ഫാനുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജൂപ്പിറ്ററിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്, ഹാവൽസിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളോ കംപ്ലൈൻറ്റുകളോ ഒന്നുമില്ല. പക്ഷേ കറണ്ട് ചാർജ് നമുക്ക് വളരെയധികം കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാനിത് നേരത്തെ ഇതുപോലെ കറണ്ട് ചാർജ് കൂടിയ സമയത്തൊക്കെ സോളാറൊക്കെ വയ്ക്കുന്നതിന് മുമ്പും ഇതുപോലെ തന്നെ BLDC ഫാനുകളാണ് ഞാൻ മാറ്റി നോക്കിയത് തന്നെ നമുക്ക് കറണ്ട് ചാർജ് വളരെയധികം ലാഭിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇന്നും എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം ഇതെനിക്ക് 1950 രൂപയ്ക്ക് കിട്ടിയത്, നിങ്ങൾക്കും ഇതുപോലെ തന്നെ 1999 രൂപയ്ക്ക് ഇപ്പോൾ ഓഫറിൽ ഇതേപോലത്തെ ഫാനുകൾ നിലവിൽ കിട്ടുന്നതെന്നാണ് നമ്മുടെ ഷോപ്പ് ഉടമകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ഷോപ്പിലൊക്കെ ചെന്ന് ചോദിക്കാം, ഈ ലൂക്കറിൻ്റെ ഓഫറിലുള്ള BLDC ഫാനുകൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ. മിക്കവാറുള്ള എല്ലാ കടകളിലും ഈ ഒരു സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗമാണ്. അതുപോലെ തന്നെ നമുക്ക് റിമോട്ടിലാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് 2 ബാറ്ററി ഇടുക, നമ്മൾ റിമോട്ടിൽ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉറങ്ങുന്ന സമയത്തും ചാടി എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈമർ മാത്രം ഇതിനകത്തില്ല. ഇത് സ്പീഡ് കാര്യങ്ങളും ഇങ്ങനെയുള്ള റിവേഴ്സ്, ബൂസ്റ്റ് അങ്ങനെയുള്ള സ്പീഡുകൾ മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ടൈമർ ഇതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്ന 2 BLDC ഫാനിൻ്റെ സെൻട്രൽ എന്ന് പറഞ്ഞാൽ LED ലൈറ്റുകൾ, രാത്രിയിലൊരു നിഴൽ വെട്ടം നമുക്ക് ഓണാക്കി ഇടാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈസ് മോഡലുകൾ അവൈലബിൾ ആണ്. ഇപ്പം ഇവരുടെ കൂടിയ മോഡലിനകത്തൊക്കെ ഇതുപോലെ ലൈറ്റുകളൊക്കെ ഉള്ള മോഡലുകൾ കാണും. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് കിട്ടുന്ന ഒരു വീട്ടിലേക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ഫാനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ വളരെയധികം കറണ്ട് ചാർജ് ലാഭിക്കാം. ഇപ്പോൾ ഒരു മാസം കറണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ നല്ല വ്യത്യാസം വരും BLDC ഫാൻ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ഇത് പെയർ ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഈ പെയർ ബട്ടൻ്റെ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. കാണുന്നുണ്ടല്ലോ, പ്രസ് ചെയ്ത് ഈ പെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്, ആ ലൈറ്റ് ഇങ്ങനെ കത്തിയിരിക്കും. ഇത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാൻ ഫിറ്റ് ചെയ്തിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ നമ്മുടെ സ്വിച്ച് ഓൺ ആക്കുക. അപ്പോൾ ഓൺ ആക്കുമ്പോൾ ഒരു ബസർ കേൾക്കും. ആ ബസർ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുക, വിടരുത്. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതൊരു ബസറോടെ, അതായത് അത് പെയർ ആവുന്നത്, അത് കഴിയുമ്പോൾ നമ്മൾ വിട്ട് കഴിയുമ്പോൾ ഈ സാധനം റണ്ണാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഫോർത്തൊക്കെ സ്പീഡ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാനായിട്ട് നോക്കും. അതുപോലെ തന്നെ ബൂസ്റ്റ് സ്പീഡും ഉണ്ട്. ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷമേ അതിൻ്റെ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കത്തുള്ളൂ. ലീഫൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം
ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് പെയർ ചെയ്യുന്നത് എങ്ങനെയുള്ള അതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ആണല്ലോ. അപ്പോൾ ലീഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എൻ്റെ സിറ്റ് ഔട്ടിലേക്ക് ഒന്ന് ഹാങ് ചെയ്ത്, കാരണം ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡും കാര്യങ്ങളും ഒക്കെ. ലീഫൊക്കെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ലീഫ് തന്നെയാണ് കേട്ടോ. മോട്ടറിനോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫാൻ തന്നെയാണ്. അവരത് ഓഫറിൽ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഈ ഒരു വിലയ്ക്ക് എന്തുകൊണ്ടും ബെസ്റ്റാണ്. അതായത് മറ്റ് കംപ്ലയിൻസ് ഒന്നുമില്ല, 2 വർഷം വാറണ്ടി ഉണ്ട്. അപ്പം വളരെ ഈസിയാണ്. ഞാനത് വേറൊരു ഫാൻ ഇവിടെ കിടന്ന് അത് ഊരിയിട്ട് ഇതിൻ്റെ ആ ഒരു മോട്ടറും ഈ ലീഫും ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഹാങ് ചെയ്തതാണ്. അടിപൊളി സ്പീഡാണ്. നല്ല ഫുള്ള് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ റിമോട്ടിനകത്ത് നമുക്ക് ടൈമർ ഒന്നും ഇല്ല, അതുപോലെ തന്നെ ലൈറ്റ് ഇല്ല ഇതിനകത്ത്, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ റിമോട്ടിൽ LED ഉള്ള ഒരു ഇൻഡിക്കേറ്റർ അവിടെ വർക്ക് ചെയ്യും. നമ്മൾ ആ റിമോട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ ബസർ എന്ന് പറഞ്ഞാൽ നല്ല സൗണ്ടാണ് കേട്ടോ. ഹൈ ക്വാളിറ്റി സൗണ്ടില്ല ബസർ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഫാനാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല സ്പീഡും ഉണ്ട് കേട്ടോ. RPM അടിപൊളി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ടതിന് നന്ദി.